ഉണ്ടായിരുന്നു. ഇവർക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നു. ഇവനുമായിട്ട് ഈ ഭർത്താവുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടും ഇതൊഴിയാൻ അങ്ങനെ ഒന്നിച്ച് കഴിയാൻ പറ്റാത്തത് കൊണ്ടുമാണ് അത് വിറ്റത്. അത് വിറ്റ് കഴിഞ്ഞിട്ടാണ് ഇവിടെ നാട്ടിൽ അമ്മയോടൊപ്പം ഒരു സ്വപ്നമായിട്ടൊരു വീട് വെക്കുക, ഇവിടെ തന്നെ അമ്മയോടൊപ്പം നടക്കുക. അത് തന്നെയല്ല, അമ്മയ്ക്ക് അസുഖമായിരുന്നു. അപ്പോൾ അമ്മയുടെ ആ സംരക്ഷണവും കൂടെ ഏറ്റെടുത്തുകൊണ്ടാണ് ഇവിടെ നിന്നത്, കൊച്ചുമോൾ ഇവിടെ നിന്നത്. ഈ ഭർത്താവ് ജോലിയൊക്കെ ഉള്ള ആളാണ്. അത് ഞാൻ കേട്ടിട്ടുള്ളത്, ഞാനുമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് പുള്ളിയുമായിട്ട് ബന്ധമില്ല. കേട്ടിടത്തോളം അദ്ദേഹം നേരത്തെ ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് കേട്ടു. പക്ഷേ അമിതമായ മദ്യപാനവും ഒക്കെ പിന്നെ ബിരുദങ്ങളിൽ വാക്കേറ്റും വഴക്കുമൊക്കെ ഉണ്ടായെന്ന് കേട്ടു. എല്ലാ കുടുംബങ്ങളിലും ഉണ്ടെങ്കിലും അങ്ങനെ ഇവർക്ക് സഹിക്കാൻ വയ്യാത്തതുകൊണ്ടായിരിക്കാം ഇവൾ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയെന്നാണ് വിശ്വസിക്കുന്നത്. അമ്പഴയിലൊരു വീടുണ്ടായിരുന്നു ഇവർക്ക്. നമസ്കാരം. അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ മരണപ്പെട്ടു പോയ പ്രിയ സഹോദരി രഞ്ജിതയെക്കുറിച്ചുള്ള കുറേ ദിവസങ്ങളായിട്ട് രഞ്ജിതയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലെല്ലാം ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട്. രഞ്ജിത ഒരു നേഴ്സായിരുന്നു. കോഴഞ്ചേരിയിൽ സ്വകാര്യ ആശുപത്രിയിൽ ജോലിയിലുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് ഈ രഞ്ജിത. 9 വർഷത്തോളം ഒമാനിൽ ജോലി ചെയ്യുകയും അവിടെ നിന്ന് പരീക്ഷ പാസ്സായി UK പോകാനുള്ള പ്രവേശനം എല്ലാം ശരിയാവുകയും അങ്ങനെ UK നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് രഞ്ജിതയ്ക്ക് വീട് പണിയായി. രഞ്ജിതയുടെ 2 മക്കൾ, ഒരു മകനും ഒരു മകളുമുണ്ട്. പിന്നെ രഞ്ജിതയുടെ അമ്മ ക്യാൻസർ രോഗിയാണ്. രഞ്ജിതയുടെ അമ്മ അമ്മയുടെ അടുത്താക്കിയിട്ടാണ് അമ്മയുടെ അടുത്താക്കിയിട്ടാണ് രഞ്ജിത ജോലിക്ക് പോയിരുന്നത്. അപ്പോൾ രഞ്ജിത ഈ സ്വകാര്യ ആശുപത്രിയിലെ ജോലിയെ ലീവിന് കൊടുത്തിട്ട് രഞ്ജിത UK പോവുകയാണ് ഉണ്ടായത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ രഞ്ജിത തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ലീവ് എഴുതി കൊടുത്തിട്ടാണ് രഞ്ജിത UK പോയേക്കുന്നത്. അപ്പോൾ ആളുകൾ ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഈ ജോലിയൊക്കെ കളഞ്ഞിട്ട് ലീവ് എഴുതി കൊടുത്തിട്ട് പുറത്തേക്ക് പോയേക്കുന്നു, കൂടുതൽ ആർത്തിയോടുകൂടി പണം സമ്പാദിക്കാനുള്ള ഇതിനാണ് പോയേക്കുന്നതെന്നൊക്കെ. ഒരു മനുഷ്യരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു മോഹമാണ് വീടെന്ന് പറയുന്ന സ്വപ്നം. ആ വീടിൻ്റെ പണി തീർന്നിട്ടില്ല രഞ്ജിതയ്ക്ക്. ആ വീട് പണിതിട്ട് ഉടൻ തന്നെ വീടിൻ്റെ പാല് കാച്ചൽ ചടങ്ങ് നടത്താനിരിക്കുകയായിരുന്നു രഞ്ജിത. മക്കളോട് ഞാൻ ഉടനെ തിരിച്ചു വരാം, നമുക്ക് അമ്മയും കുട്ടികളും രഞ്ജിതയൊക്കെ ആയിട്ടുള്ള അവിടുത്തെ ജീവിതം എന്നൊരു സ്വപ്നം, അവിടുത്തെ വീട് എന്നൊക്കെയുള്ളൊരു സ്വപ്നം പൂവണിയാൻ വേണ്ടിയിട്ട് കുറച്ച് നാളുകളും കൂടെ പോയിട്ട് വരാം എന്നുള്ള ഒരു സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിട്ടുള്ള ആഗ്രഹങ്ങളുമായിട്ടാണ് രഞ്ജിത പോയേക്കുന്നത്. ഒരിക്കലും അതിനെ കുറ്റം പറയാൻ പറ്റുകയില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് പുറത്തു പോയി ജോലി ചെയ്യണം, കൂടുതൽ പണം സമ്പാദിക്കണം, നമ്മൾ നല്ല സെറ്റിലാകണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ, മക്കളുടെ ഭാവി, ഇതൊക്കെ ആ സ്വപ്നം കാണുന്ന മനുഷ്യരാണ്. നേഴ്സുമാരെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ നിന്നാൽ കുറച്ച് തുച്ഛമായ വരുമാനം മാത്രമേ ഉള്ളൂ. പുറത്തു പോയാൽ അവർക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാം. അത് ഏതൊരു ആളെ സംബന്ധിച്ചും, ഏതൊരു സ്ത്രീയെ, നേഴ്സെന്നൊരു സ്ത്രീയെ ഉള്ള ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചും ഒരു വലിയൊരു ആഗ്രഹമാണ്. അങ്ങനെ ഉള്ള കാലം മുഴുവനും പോയി നിൽക്കാമെന്ന് ഉദ്ദേശിച്ചല്ല അവർ പോയത്. അവരുടെ വീട് പണി തീർക്കാൻ വേണ്ടിയിട്ട്, കുട്ടികളുടെ ഭാവി, അതിന് വേണ്ടിയിട്ട് കുറച്ച് നാളുകൾ പോകാം എന്ന് കരുതി മാത്രമാണ് രഞ്ജിത പോയേക്കുന്നത്. അതിന് ഒരുപാട് വിമർശനങ്ങൾ ആളുകൾ പറയുന്നതായിട്ട് കാണാനിടയായിട്ടുണ്ട്. ഇതൊന്നുമല്ല, ഇപ്പം വിഷയം എന്താണെന്ന് വെച്ചാൽ രഞ്ജിത വിവാഹമോചിതയാണ്. രഞ്ജിതയുടെ ഭർത്താവുമായിട്ട് വിവാഹമോചനം നേടിയിരിക്കുകയാണ്. ഈ രഞ്ജിതയുടെ ഭർത്താവ് എന്ന് പറയുന്നത് ഒരു പട്ടാളക്കാരനാണ്. അദ്ദേഹവും ഈ രഞ്ജിതയും തമ്മിൽ 5 വർഷത്തോളം പ്രണയത്തിലായിരുന്നു. രഞ്ജിതയുടെ സഹോദരൻ്റെ ഭാര്യയുടെ റിലേറ്റീവ്സാണ് ഈ പട്ടാളക്കാരന്. അവർ തമ്മിൽ വളരെയധികം സ്നേഹമായിരുന്നു. ഭയങ്കര പിരിയാൻ പറ്റത്തില്ലാത്ത രീതിയിലുള്ള അത്രയും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തിലായിരുന്നു അവർ. അങ്ങനെ രഞ്ജിതയുടെ 2 മക്കൾ ഉണ്ടായതിനു ശേഷം രഞ്ജിത ഗുജറാത്തിൽ ജോലിക്ക് പോയി. നേഴ്സുമാർ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അവർ നാട്ടിൽ നിൽക്കുന്നതിനേക്കാളും കൂടുതൽ പുറത്തൊക്കെ പോയി ജോലി ചെയ്യും. പിന്നീട് ഗുജറാത്തും ആന്ധ്ര അങ്ങനെയൊക്കെ കർണാടക അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്തിട്ട് പിന്നീട് അവർ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് രഞ്ജിതയും ഗുജറാത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം മിലിറ്ററി ഉദ്യോഗസ്ഥനാണ്. ഇദ്ദേഹം ഈ ജോലിയിൽ നിന്ന് ജോലി വേണ്ടെന്ന് വെച്ച് നാട്ടിൽ വരികയും ഇദ്ദേഹം അവിടെ ഒരു ഗുജറാത്തിലെ ഹോസ്പിറ്റലിൽ സെക്യൂരിറ്റി ജോലിക്കാരനായിട്ട് തുടരുകയും ചെയ്തു. ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് രഞ്ജിതയും ഇദ്ദേഹവും തമ്മിലുള്ള ആ അടുപ്പമാണ്. അവർ തമ്മിൽ കാണാതിരിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലേക്ക് മാറിയത് കൊണ്ടാകാം രഞ്ജിത ജോലി ചെയ്യുന്ന അവിടെ തന്നെ
ഈ ഇദ്ദേഹവും അവിടെ ജോലിക്ക് കയറിയത്. അല്ലെങ്കിൽ മിലിറ്ററിയിൽ ഉദ്യോഗസ്ഥനായ അദ്ദേഹത്തിൻ്റെ ജോലിയായിട്ട് മുൻപോട്ട് പോകേണ്ടതാണ്. ഇതിപ്പം പിരിയാൻ പറ്റത്തില്ലാത്തതുകൊണ്ടായിരിക്കാം. അദ്ദേഹത്തിൻ്റെ സ്നേഹമാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത്. പിന്നീട് ഇടയ്ക്ക് എപ്പോഴോ അദ്ദേഹം മദ്യത്തിൻ്റെ അടിമയായി മാറുകയും പിന്നീട് മദ്യമില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്ന ഒരു സ്റ്റേജിൽ വന്നപ്പോൾ ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും രഞ്ജിത ഒമാനിലേക്ക് പോവുകയും ഒമാനിൽ നിന്ന് ഈ പരീക്ഷ പാസ്സായി UK പോവുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഇതിൻ്റെ ഇടയ്ക്ക് UK പോകുന്നതിന് മുമ്പായിട്ടാണ് ഇവർ വിവാഹമോചനം നടത്തിയിരിക്കുന്നത്. ഇവർ തമ്മിലുള്ള ഈ മദ്യം എന്നുള്ളൊരു ഈ മാരകമായിട്ടുള്ള ഈ ലഹരിയെ ഉപയോഗിക്കാനിടയായി കഴിയുമ്പോൾ ഒരാളുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. എത്ര നല്ലവരാണെങ്കിലും നമ്മൾ ആ സമയത്ത് മദ്യപിച്ച് കഴിയുമ്പോൾ അബോധാവസ്ഥയിലാണ്. അവരെന്താണ് ചെയ്യുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നത്, രണ്ടുപേര് കൂടുന്ന സ്ഥലങ്ങളിൽ പോയി നിൽക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും സ്ത്രീകൾക്ക്. കാരണം അവർക്കറിയത്തില്ല അവരെന്താ പറയുന്നത്. അപ്പോൾ ഒരു ഇൻസൾട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കാം. അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന്, ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷനുകൾ വരുമ്പോൾ ഭർത്താവിനെയായിട്ട് കൂട്ടി പോകുമ്പോൾ അങ്ങനെയുള്ള സ്ത്രീകൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. ഇവർ പറയുന്നതും പ്രവർത്തിക്കും. ചിലർ പക്ഷേ സൈലൻ്റ് ആയിരിക്കാം, ചിലർ അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഓരോരുത്തരും കള്ളു കുടിച്ച് കഴിയുമ്പോൾ അവരുടെ അന്നേരത്തെ വീട്ടിൽ സംസാരിക്കുക പോലും ചെയ്യലാത്ത ആളുകൾ വാതോരാതെ സംസാരിക്കുന്ന കാണാം നമുക്ക്. ചിലർ സൈലൻ്റ് ആയിരിക്കും, ചിലർ പാട്ട് പാടും, ചിലർക്ക് തോട്ടി കെട്ടി വഴക്കുണ്ടാക്കുന്ന ഒരു സ്വഭാവം, അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. എന്ത് ഇതിനാണേലും ചാടി കയറി പിടിച്ച് വഴക്കുണ്ടാക്കി അടിയും ബഹളം ഉണ്ടാക്കുന്ന സ്വഭാവം. അങ്ങനെ പല മനുഷ്യരും പല ഇതാണ് മദ്യത്തിന് അടിമയായിട്ടിരിക്കുന്നവർ. അപ്പോൾ ഇദ്ദേഹം മദ്യപിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഇവർ തമ്മിൽ, അല്ലാതെ അവർ തമ്മിൽ വേറൊരു നേരത്തെ ഇതിനു മുമ്പ് മദ്യപിക്കുന്നതിന് മുമ്പ് നല്ലൊരു ബന്ധമായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. ഇവർ തമ്മിൽ പ്രണയവിവാഹമായിരുന്നു. 5 വർഷത്തോളം സ്നേഹിച്ച് വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി നടത്തിയ ഒരു കല്യാണമാണ്. അപ്പം വീട്ടുകാർക്കൊക്കെ സമ്മതത്തോടു കൂടി നല്ല രീതിയിൽ നടത്തിയ കല്യാണമാണെന്നറിയുമ്പോൾ യാതൊരു കുഴപ്പവും ചെറുക്കനെക്കുറിച്ച് അന്ന് തോന്നിയിട്ടില്ല. പക്ഷേ ഇദ്ദേഹം ഗുജറാത്തിൽ വന്ന് ഈ സെക്യൂരിറ്റി ജോലിക്കാരനായതിനു ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ, ഈ മദ്യത്തിന് അഡിക്റ്റ് ആയതിനു ശേഷമാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റങ്ങൾ വരികയും വഴക്കും ബഹളമാവുകയും അങ്ങനെയാണ് ഇവർ മുമ്പോട്ട് ജീവിക്കാൻ ഇനിയും ശരിയാകില്ല എന്ന സ്ഥിതി വന്നപ്പോഴത്തേക്കിന് ഇവർ തമ്മിൽ ഡൈവേഴ്സ് ആവുകയും ചെയ്തത്. രഞ്ജിതയുടെ മരണവാർത്ത അറിഞ്ഞതിന് ശേഷം അദ്ദേഹം വീട്ടിൽ വരികയും കുട്ടികളെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തെന്നുള്ള വാർത്ത കേൾക്കാനിടയായിട്ടുണ്ട്. അത് അറിഞ്ഞ അയൽപക്കക്കാർ പറയുന്നുണ്ട്, വന്നിട്ടുണ്ടായിരുന്നു, കുട്ടികളെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് പോയി. പക്ഷെ കുട്ടികളെ ഏറ്റെടുക്കാം എന്നുള്ള ഒരു ന്യൂസ് എതിരായിട്ടും അങ്ങനെ പറഞ്ഞതായിട്ട് കേൾക്കുന്നില്ല. ആളുകൾ പറയുന്നുണ്ട് ഈ രഞ്ജിതയ്ക്ക് ഇൻഷുറൻസ് തുകയായിട്ട് കിട്ടുന്ന 2.25 കോടി രൂപ അത് കണ്ടിട്ടാണ് ഈ കുട്ടികളെ ഏറ്റെടുക്കാം എന്നുള്ള അങ്ങനെ ഒരു അതൊരു വ്യാജ പ്രചരണമായിട്ടാണ് തോന്നുന്നത്. കാരണം അദ്ദേഹം ഇതിനായിട്ട് ഏറ്റെടുക്കാം എന്നുള്ള രീതിയിലായിട്ട് പറഞ്ഞതായിട്ട് എവിടെയും കേട്ടതായിട്ട് തോന്നുന്നില്ല. കാണാൻ വന്നു, കുട്ടികളെ ആശ്വസിപ്പിച്ചു പോയി. പക്ഷെ ഇനിയിപ്പം ചിലപ്പം അദ്ദേഹത്തിൻ്റെ ഒരു നല്ല മനസ്സ് തോന്നിയ തൻ്റെ മക്കളാണ്. എത്ര ഇതാന്ന് പറഞ്ഞാലും അമ്മയായിട്ടുള്ള ഭാര്യയായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചാലും മക്കളല്ലാതാകുന്നില്ല. അപ്പോൾ ഇനിയും ചിലപ്പം മക്കളെ ഏറ്റെടുക്കുക, മക്കളുടെ കൂടെ ജീവിക്കാം, ഇനി മക്കൾക്ക് വേറെ ആരുമില്ല എന്നുള്ള ഒരു തോന്നൽ കൊണ്ട്, തൻ്റെ മക്കളാണ് എന്നൊക്കെയുള്ള ചിന്ത കൊണ്ട് അദ്ദേഹം ചിലപ്പം മക്കളെ ഏറ്റെടുത്ത് സ്വീകരിച്ച് വളർത്തിയെന്നിരിക്കാം. അത് ഒരു പക്ഷേ നല്ല കാര്യം തന്നെയാണ്. കാരണം സ്വന്തം അച്ഛനാണ്. ഒരിക്കലും നമുക്ക് അത് തള്ളിപ്പറയാൻ പറ്റുന്ന കാര്യമല്ല. ഇനിയിപ്പം മുമ്പോട്ട് ജീവിക്കണമെങ്കിൽ മക്കൾക്ക് ഒരാളുടെ സഹായം വേണം. അമ്മ മരിച്ചുപോയി, അമ്മയ്ക്ക് അസുഖമുള്ള ഒരു സ്ത്രീയാണ്. അവർക്ക് കൊണ്ടൊരു പരിധിയുണ്ട്. അന്നേരം ഈ അച്ഛനുള്ളപ്പോൾ അച്ഛൻ സ്വീകരിക്കുന്നത് തന്നെയാണ് നല്ല രീതിയിൽ. അദ്ദേഹത്തിൻ്റെ മനസ്സ് നല്ല രീതിയിൽ തോന്നി മക്കളെ മുമ്പോട്ട്, മക്കളുടെ ഭാവിയെക്കുറിച്ചൊക്കെയുള്ള ചിന്തയുള്ള അച്ഛനാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയി വളർത്തുക തന്നെ ചെയ്യും. അത് അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. കാരണം കുഞ്ഞുങ്ങളാണ്, അവർക്ക് ഭാവിയുണ്ട്, ഒന്നും ആയിട്ടില്ല, അമ്മയില്ല. ആ അമ്മയൊക്കെ കൂടെ നിൽക്കേണ്ട, ആ പെൺകുഞ്ഞിനെ വളർത്തേണ്ട ആ ഒരു സാഹചര്യത്തിലാണ് അമ്മയുടെ വേർപാടുണ്ടായേക്കുന്നത്. ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ വളരെ വിഷമം തോന്നുന്ന ഒരു വാർത്തയാണ്. എന്തായാലും ഇനിയുള്ള ജീവിതം, കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത്
നഷ്ടപ്പെട്ടു പോയി. ഒരിക്കലും നമുക്ക് ആ കുറവ് നികത്താൻ പറ്റുകയില്ല. നഷ്ടപ്പെട്ട് ആ അമ്മയുടെ സ്ഥാനത്ത് ഇനി വേറെ എത്ര ഇത് വന്നാലും ഒരിക്കലും സ്വന്തം അമ്മയോളം ആവുകയില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഇനിയും എന്തായാലും ആ കുഞ്ഞുങ്ങളുടെ ഭാവി നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ. അതിന് ആ കുഞ്ഞുങ്ങളെ ഈ ഒരു അവസരത്തിൽ ആ അച്ഛൻ ചേർത്ത് പിടിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹവും പ്രാർത്ഥനയും. ഇനിയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.